ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഓണത്തിരക്കൊക്കെയാണെന്ന് എനിക്കറിയാം. അപ്പം എല്ലാവരും ഓണമൊക്കെ ആഘോഷിക്കുക, അടിച്ചു പൊളിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നാളെ തിരുവോണമൊക്കെ അല്ലേ, അപ്പോൾ പച്ചടിയൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാനൊരു ബീട്രൂട്ട് ഒരെണ്ണം എടുത്ത് ചെത്തി കഴുകി വൃത്തിയാക്കി എടുത്തു. പിന്നെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു, വേവാനും വേണ്ടിയുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ഉപ്പുപൊടിയും പിന്നെ ഞാൻ ലേശം മുളക് പൊടിയും കൂടെ ചേർക്കാറുണ്ട്. ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും ലേശം മുളക് പൊടി ചേർക്കാറുണ്ട്. മുളക് പൊടിയും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്ത് ബീട്രൂട്ടും നമ്മൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയല്ല ഉപ്പുപൊടി ഇട്ടതല്ലേ, എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ടൊന്ന് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കേട്ടോ. ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അടുപ്പിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് മതി വേവാനും വേണ്ടി. നമ്മൾ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതല്ലേ, അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ വേവും. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും പച്ചടി. ചിലരുണ്ടാക്കാറുണ്ട് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ട് വേവിച്ച് പിന്നെ അത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ വേവാനും വേണ്ടി അതൊന്ന് അടച്ച് വെച്ച സമയം കൊണ്ട് മിക്സിയുടെ ഒരു ജാറെടുത്ത്, അപ്പോൾ ഇതിന് നമുക്ക് അരപ്പ് റെഡിയാക്കണ്ടേ, അതിനായിട്ട് മിക്സിയുടെ ജാറെടുത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, ഒരു പച്ചമുളകും ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു ലേശം കടുക് കേട്ടോ, ഒരുപാട് കടുക് ചേർത്തില്ല, കാരണം ഇത് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയല്ലേ. കുറച്ച് കടുകും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അരച്ചതൊന്ന് എടുത്ത് മാറ്റി വെച്ചു. പിന്നെ തൈരാണ്, നല്ല കട്ട തൈര് ഒരു പാത്രത്തിനകത്തോട്ട് എടുത്ത് വെച്ചതിന് ശേഷം അത് വേവുന്ന സമയം കൊണ്ട്, നമ്മുടെ ബീട്രൂട്ട് വേവുന്ന സമയം കൊണ്ട് ഞാനതൊന്ന് കട്ടയെല്ലാം ഒന്ന് ഉടച്ചെടുത്ത് തൈരിൻ്റെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സിയുടെ ജാറിൽ ഇട്ടൊന്ന് കറക്കിയാൽ മതി. ഞാനിങ്ങനെ ഉടച്ചെടുത്തു. കാരണം മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുകയാണല്ലോ എൻ്റെ അരപ്പ് ഇതിന് ചേർക്കാനുള്ള. അങ്ങനെ നമ്മുടെ ബീട്രൂട്ടിനകത്ത് വെള്ളമൊക്കെ ഏകദേശം വറ്റി ബീട്രൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വെന്തു. ഞാനൊന്ന് ഇളക്കി നോക്കി. അതിന് ശേഷം നമുക്കിനി ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാവേ. ഞാൻ അരപ്പൊന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ വെട്ടത്തിൻ്റെ ഒരു കുറവുണ്ട്, അത് കാരണം നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാനത് ആ സൈഡിലും ഈ സൈഡിലും ഒക്കെ വെച്ച് കാണിക്കുന്നത്. അപ്പോൾ അരപ്പെല്ലാം കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറിനകത്ത് കാണുമല്ലോ കുറച്ച് അരപ്പ്, അതിനകത്തോട്ടൊരു ലേശം വെള്ളം ഒഴിച്ചൊന്ന് കറക്കി അതും കൂടെ ഒഴിച്ചു കൊടുത്തു. ആ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി. അപ്പോൾ മൺചട്ടിക്കകത്തായതുകൊണ്ട് നല്ല ചൂട് നിൽക്കുന്നതാണ്. നന്നായിട്ട് നമ്മുടെ അരപ്പും ബീട്രൂട്ടും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ. പിന്നെ ഈ സമയത്ത് തന്നെ ഉപ്പുണ്ടോ എന്ന് നോക്കണം, കാരണം കുറച്ച് ഉപ്പല്ലേ നമ്മൾ ചേർത്തുള്ളൂ. ഉപ്പൊക്കെ ആവശ്യത്തിന് നിങ്ങൾ നോക്കുക. ഞാൻ ഇടയ്ക്ക് ഉപ്പ് നോക്കി, ഞാനതൊന്നും വീഡിയോ എടുത്തില്ല. നന്നായിട്ട് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സ്റ്റൗ ഓണാണ് എൻ്റെ. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെന്ന് പറഞ്ഞാൽ പച്ചമണമൊക്കെ മാറാൻ. എന്നിട്ട് ഞാൻ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചു. കാരണം നല്ലതുപോലെ തിളക്കി നമുക്ക് തൈര് ചേർക്കേണ്ടതല്ലേ, തിളയ്ക്കുന്നതിനകത്തോട്ട് തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും, കൊള്ളത്തില്ല. അപ്പോൾ അതിൻ്റെ ആ ചെറിയ ചൂടോടുകൂടി തന്നെ ഞാൻ തൈര് ചേർത്ത് കൊടുത്തു കേട്ടോ. കാരണം സ്റ്റൗവിനകത്തല്ലല്ലോ നമ്മൾ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ വരും. അപ്പോൾ ലാസ്റ്റ് തൈരൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ സമയം കൊണ്ട് തന്നെ ഞാൻ കടുക് താളിക്കാനായിട്ട് ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കടുക് താളിക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ഉണക്കമുളക് 1-2 ആവശ്യത്തിന്, ഞാൻ 2 ഉണക്കമുളകാണ് എടുത്ത് മുറിച്ചിട്ട് അതും ഒന്ന് മൂപ്പിച്ച് കുറച്ച് കറിവേപ്പിലയും കടുകും ഇട്ടും കൂടെ കടുക് താളിച്ചെടുത്ത് കേട്ടോ. എന്നിട്ട് നമ്മുടെ പച്ചടിയുടെ മണ്ടയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ സദ്യയ്ക്കുള്ള പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പച്ചടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം, എന്നാലും ഇങ്ങനൊന്ന് ചെയ്ത് നോക്ക്. ചെയ്യാത്തവർ ഇങ്ങനെയൊന്ന് ചെയ്ത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കും.